എൻ്റെ പേര് ആശ സോണ. ഞാൻ ചങ്ങനാശ്ശേരി അതിരൂപതയിൽ പായിപ്പാട് ലൂർദ് മാതാ ചർച്ച് ഇടവാംഗമാണ്. ഞാനൊരു യോഗ ടീച്ചറാണ്. സ്വന്തമായി ഒരു യോഗ ക്ലാസ് നടത്തുന്നു. എൻ്റെ ജീവിതത്തിൽ അമ്മ മാതാവ് വഴി നൽകിയ അനുഗ്രഹങ്ങൾ ഒട്ടേറെയാണ്. അമ്മ മാതാവിനോട് ചേർന്ന് നിൽക്കുന്ന നിമിഷങ്ങളിൽ മാതാവ് അമ്മയുടെ നീല അങ്കി കൊണ്ട് ഞങ്ങളെ കവർ ചെയ്ത് നിൽക്കുന്ന നിമിഷങ്ങളായിരുന്നു. എൻ്റെ ബാല്യകാലം ഞാനൊരു സിസ്റ്റേഴ്സിൻ്റെ സ്കൂളിലാണ് പഠിച്ചിരുന്നത്. സിസ്റ്റേഴ്സിൻ്റെ കൂടെയുള്ള പഠനം എന്നെ ജപമാല ഭക്തിയിലേക്ക് കൂടുതലും നിർത്തി. വീട്ടിൻ്റെ കുടുംബ അന്തരീക്ഷത്തിൽ നിന്നായിരുന്നു കൂടുതലും ജപമാലയുടെ ശക്തി എനിക്ക് ഏറെ കിട്ടിയിരുന്നത്. മമ്മിയും ഡാഡിയും ജപമാല ഭക്തി കൂടുതൽ പ്രോത്സാഹിപ്പിച്ചു. സന്ധ്യാസമയങ്ങളിൽ വീട്ടിൽ മുട്ടുകുത്തി മാതാവിൻ്റെ ഓരോ രഹസ്യങ്ങളും ധ്യാനിച്ചും മധ്യസ്ഥ പ്രാർത്ഥനകൾ നൽകിയുമാണ് ജപമാലകൾ ചൊല്ലിയിരുന്നത്. മാതാവിനോടുള്ള അടുപ്പം കൂടുതൽ ഈശോയെ സ്നേഹിക്കാനും ഈശോയോട് ഒന്നിച്ചിരിക്കാനുമുള്ള അവസരങ്ങൾ തന്നു. ചെറിയ കാലത്ത് ധ്യാനങ്ങൾ ഒരുപാട് കൂടാൻ അത് സഹായിച്ചിട്ടുണ്ടായിരുന്നു. ആ ധ്യാനങ്ങളിലൂടെ ശരിക്കും പേഴ്സണൽ പ്രെയറിൻ്റെ ആവശ്യകതയെ മനസ്സിലാക്കാനും ഈശോയോടും മാതാവുമായി ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാനുമുള്ള അവസരങ്ങൾ കുട്ടിക്കാലത്ത് ഒരുപാട് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നീടുള്ള ജീവിതത്തിൽ ഞാനത് ഒരുപാട് മനസ്സിലാക്കി. ആ ഒരു പ്രാർത്ഥനയുടെ ധൈര്യം എൻ്റെ ജീവിതകാലം ഈ നിമിഷം വരെ ദൈവത്തിനോട് ചേർന്ന് നിന്നപ്പോൾ ദൈവം തന്ന അനുഗ്രഹങ്ങൾ, അമ്മ മാതാവ് വഴിയുള്ള സംരക്ഷണം എല്ലാം ഞാൻ അനുഭവിച്ചറിയുന്ന നിമിഷങ്ങളായിരുന്നു. ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് എനിക്ക് അലർജി ഉണ്ടാവുകയും ദേഹം മുഴുവൻ ചൊറിഞ്ഞു തടിക്കുന്ന ഒരു അസുഖം ഉണ്ടായി. ആ സമയം എൻ്റെ മമ്മി വേളാങ്കണ്ണി മാതാവിൻ്റെ മധ്യസ്ഥം പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി ആ രോഗം സൗഖ്യപ്പെട്ടു. കൂടാതെ 9ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയം ഞാൻ തലവേദന മൂലം ഒരുപാട് വിഷമിച്ചിട്ടുണ്ടായിരുന്നു. ആ നിമിഷങ്ങളിൽ ദൈവത്തിൻ്റെ കരുണ ഭയങ്കരമായിട്ട് എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ആ മമ്മിയും ഡാഡിയും ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മൈഗ്രെയിൻ പൂർണ്ണമായി സൗഖ്യപ്പെട്ടു. പിന്നീട് ഒരിക്കൽ പോലും എനിക്ക് ആ ഒരു രോഗം തിരിച്ചു വന്നിട്ടില്ല. അതുപോലെ തന്നെ പ്രീ ഡിഗ്രി കാലത്ത് ഫിസിക്സ് എക്സാം വളരെ ടഫായിരുന്നു. പ്രാക്ടിക്കൽ എക്സാം എന്ന് പറയുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ആ നിമിഷങ്ങളിലൊക്കെ എത്രയും ദയുള്ള മാതാവ് ഞാൻ ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. മാതാവേ, ഞാൻ പ്രാക്ടിക്കൽ എക്സാമിന് കയറുന്ന സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരിക്കണമേ. ഞാൻ പഠിച്ച മാത്രമാണ് ആ എക്സാമിനും വന്നിരുന്നത്. അത് എനിക്ക് എളുപ്പമാക്കാൻ സാധിച്ചു. അതുപോലെ കമ്പ്യൂട്ടർ സയൻസ് പഠനകാലത്ത് ഞാൻ പഠിക്കുന്ന പ്രോഗ്രാം എനിക്ക് തന്നെ അറിയാൻ പാടില്ലായിരുന്നു. ഞാൻ മാതാവിൻ്റെ ജപമാല മുറുകെ പിടിച്ചായിരുന്നു എക്സാം ഹാളിൽ കയറുന്നത്. ആ നിമിഷങ്ങളിലൊക്കെ ഒത്തിരി എന്നെ സഹായിച്ചിട്ടുണ്ട് മാതാവിൻ്റെ ജപമാല. അമ്മ മാതാവ് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് നടത്തിയിട്ടുണ്ട്. എത്ര പറഞ്ഞാലും മാതാവ് എൻ്റെ ജീവിതത്തിൽ നൽകിയ അനുഗ്രഹങ്ങൾ മതിയാവില്ല. അതുപോലെ തന്നെ എൻ്റെ മമ്മിയുടെ ബ്രസ്റ്റിൽ ഒരു മുഴയുണ്ടായിരുന്നു. മാതാവിൻ്റെ ഒരു പെരുന്നാൾ സമയം ആരാധന നടക്കുന്ന നിമിഷത്തിൽ ആ ബ്രസ്റ്റിലെ മുഴ ദൈവം മാറ്റിത്തന്നു. മാതാവിനെ പൂർണ്ണമായി ഞങ്ങളുടെ കുടുംബത്തിൽ ജപമാല വഴി പ്രാർത്ഥിക്കാനും മാതാവിനെ അനുഭവിച്ചറിയുന്ന നിമിഷങ്ങളിലൂടെയാണ് ഞങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നത്. കുടുംബജീവിതത്തിൽ സഹനങ്ങളുടെ മേഖലകളിലൂടെ കടന്നു പോകുന്ന സമയങ്ങളിൽ കുടുംബത്തിലുള്ള എല്ലാവരും കൂടെ ചേർന്ന് ഞങ്ങൾ അഖണ്ഡ ജപമാല ചൊല്ലുമായിരുന്നു. 1003 മണി ജപമായിരുന്നു അത് കുടുംബത്തിലുള്ള എല്ലാവരും കൂടെ റൗണ്ടിലിരിക്കുകയും ആ ജപമാലയിൽ പിടിച്ച് ഓരോ നന്മ നിറഞ്ഞ മറിയുമ്പോൾ ഓരോ സ്വർഗസ്നവിധാനം ചെല്ലുമ്പോഴും മാതാവിന് ഒരു വെളുത്ത റോസയും ഒരു ചുമന്ന റോസയും കൊടുക്കത്തക്ക രീതിയിൽ എൻ്റെ കസിൻ അത് ക്രമീകരിച്ചിരുന്നു. ആ ചേട്ടൻ വഴി ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവിൻ്റെ കുടുംബത്തിലേക്ക് വരുന്ന വഴികൾ കാണിച്ചു തരികയായിരുന്നു. ആ മാതാവിനോട് ചേർന്ന് കുടുംബത്തോടൊപ്പം ചേർന്ന് ജപമാല ചെല്ലുന്ന സമയങ്ങളിൽ ആ ഒരു ശക്തി ഞങ്ങളുടെ കുടുംബങ്ങളിൽ ലഭിക്കുകയായിരുന്നു. സഹനങ്ങളെ അഭിമുഖീകരിക്കാനുള്ള കൃപ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് വരികയായിരുന്നു. വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്ന സമയങ്ങളിലും ചെറുപ്പകാലം മുതലേ മമ്മി എന്നോട് പറയുമായിരുന്നു, ഞാനൊരു 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം മുതലേ ഒരു സ്വർഗസ്നായ പിതാവും ഒരു നന്മ നിറഞ്ഞ മറിയമും ഒരു ത്രിത്വസ്തുതിയും ചൊല്ലി കാഴ്ചവെക്കണമെന്ന്. അത് ഒത്തിരി അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഞാനത് ചെറുപ്പം മുതലേ ചെല്ലുമായിരുന്നു. അങ്ങനെ വിവാഹ തടസ്സങ്ങളൊക്കെ മാറുന്നതിനും നല്ലൊരു ജീവിത പങ്കാളി എനിക്ക് ലഭിക്കുന്നതിനും കാരണമാക്കി. വിവാഹം കഴിഞ്ഞ ശേഷം ഒരു കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. ഉടനെ ഒരു കുഞ്ഞിനെ വേണമെന്നാണ് ആഗ്രഹിച്ചത്. പക്ഷേ ഞങ്ങൾക്ക് 1 വർഷത്തോളം താമസം നേരിട്ടു. ആ നിമിഷങ്ങളിലൊക്കെ എൻ്റെ അമ്മയും മമ്മിയും പറയുമായിരുന്നു ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ.
ശരിക്കും ആ നിമിഷങ്ങളൊക്കെ ദൈവം ക്രമീകരിക്കുകയായിരുന്നു മാതാവിനോട് കൂടുതൽ അടുക്കാനും ആ ജപമാല വഴി ഒരു നല്ല രീതിയിൽ ഒരു ജീവിതത്തെ ചട്ടക്കൂട്ടിലാക്കാനുള്ള ഒരു സമയമായിട്ടാണ് ഞാനതിനെ കണക്കാക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ ഇരുന്ന് ജപമാല ചൊല്ലുകയും അങ്ങനെ മാതാവിൻ്റെ മധ്യസ്ഥം വഴി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞാൻ ഗർഭിണിയാവുകയും ആ ഗർഭകാലം വളരെ കോംപ്ലിക്കേഷൻ നിറഞ്ഞതായിരുന്നു. പ്രഷർ വേരിയേഷൻ ഉണ്ടായി. ഡോക്ടർ എപ്പോഴും പറയുമായിരുന്നു ഇത് സിസേറിയൻ ആയിരിക്കുമെന്ന്. പക്ഷേ ആ സമയങ്ങളിലൊക്കെ ഞാൻ എൻ്റെ വയറ്റിൽ വെച്ചുകൊണ്ട് ജപമാല ചൊല്ലുമായിരുന്നു. മാതാവിനോടുള്ള അടുപ്പം കിട്ടാൻ വേണ്ടി നന്മ നിറഞ്ഞ മറിയമേ എൻ്റെ കുഞ്ഞിന് ഞാൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അതൊക്കെ ഒരുപാട് അനുഗ്രഹങ്ങളായിരുന്നു. ഒരു പ്രയാസവും കൂടാതെ ഒരു കോംപ്ലിക്കേഷനും ഇല്ലാതെ വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ എനിക്ക് നല്ല രീതിയിൽ പ്രസവിക്കാനും ഒരു കുഞ്ഞിനെ ദൈവം നൽകി അനുഗ്രഹിച്ചു. എൻ്റെ വിവാഹത്തിന് ശേഷം ഡാഡിയും മമ്മിയും ഷാർജയിലാണ് താമസിച്ചിരുന്നത്. അവിടെ വെച്ചിട്ട് കല്യാണത്തിന് ശേഷം 6 മാസത്തിന് ശേഷം ഒരു കാർ ആക്സിഡൻറ്റ് ഉണ്ടായി. ഡാഡി സഞ്ചരിക്കുന്ന കാറ് ഒരു ട്രക്കിലിടിക്കുകയും വളരെ ഗുരുതരമായ ഒരവസ്ഥയിലേക്ക് വരികയും ചെയ്തു. ഈ സമയം എന്നെ നാട്ടിൽ വിളിച്ച് പറഞ്ഞ സമയത്ത് ശരിക്കും എന്ത് ചെയ്യണമെന്ന ഒരു അവസ്ഥയായിരുന്നു. ആദ്യത്തെ സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന നിമിഷങ്ങളായിരുന്നു അത്. ആ സമയം മാതാവിനോട് മധ്യസ്ഥം വച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഞാനും ഹസ്ബൻഡും 3-ാമത്തെ ദിവസം തന്നെ ഷാർജയിലെത്തി. ഷാർജയിൽ ഡാഡിയെ കാണുന്ന സമയത്ത് ഡാഡി ഐസിയുലും വെൻറ്റിലേറ്ററിലുമായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ ഞങ്ങൾ കുറേ നേരം വിഷമിച്ചിരുന്ന ഒരു അവസ്ഥയായിരുന്നു. മമ്മിയെ എങ്ങനെ സാന്ത്വനിപ്പിക്കണമെന്നറിയാത്ത അവസ്ഥയായിരുന്നു. ആ സമയം ഞാൻ കാണുന്നത് എൻ്റെ മമ്മി ജപമാല മുറുക്കെ പിടിച്ച് കണ്ടിന്യൂസായിട്ട് നന്മ നിറഞ്ഞ മറിയമേയും പരിശുദ്ധ മറിയമേയും നിർത്താതെ ചൊല്ലുന്ന മമ്മിയാണ് കണ്ടത്. അപ്പോൾ എനിക്കൊരു ഒരുപാട് ശക്തി തോന്നി ആ സമയത്ത്. കാരണം ആ നിമിഷങ്ങളിൽ മമ്മിക്ക് ഈശോയുടെ കൂടെ ചേർന്ന് മാതാവിൻ്റെ മധ്യസ്ഥം പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുന്നുണ്ടല്ലോ. മമ്മി ഒരു തുള്ളി പോലും കരഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആ സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന നിമിഷങ്ങളിൽ അമ്മ മാതാവിൻ്റെ ആശ്രയം വളരെ വിലപ്പെട്ടതായിരുന്നു. ഡാഡിയെ ഐസിയുയിൽ കയറി കണ്ട ശേഷം ഡാഡിക്ക് സമാധാനമായിട്ടിരിക്കുക, ഞങ്ങൾ കൂടെ ഉണ്ടെന്നുള്ള ഒരു ബോധ്യവും മാതാവ് ഡാഡിയുടെ കാത്ത് സംരക്ഷിക്കുന്നു എന്നൊരു ബോധ്യം കൊടുക്കാൻ സാധിച്ചു. ഡാഡി ഒരുപാട് സന്തോഷവാനായിരുന്നു. തിരിച്ച് ഐസിയിൽ നിന്ന് തിരിച്ചിറങ്ങിയപ്പോൾ ശരിക്കും അറിഞ്ഞ ഒരു വിവരം, ഡാഡിയെ ഒന്നും ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം ഡാഡിയുടെ റിബ്സ് ഒടിഞ്ഞു, ഡാഡിയുടെ കൈയും കാലും ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു. പോരാത്തതിന് സ്പൈനൽ ഇഞ്ചുറി ആയിരുന്നു. മനുഷ്യന് ഒന്നും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥ, മെഡിക്കൽ സയൻസിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. എന്ത് ചെയ്യും എന്നുള്ളൊരവസ്ഥയിലേക്ക് പോയി. ആ സമയം ഞങ്ങൾക്ക് സഹായിക്കാനായിട്ട് ഷാർജയിലെ ജീസസ് യൂത്തും കരിസ്മാറ്റിക് പ്രേയറിലെ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ഒരുപാടുണ്ടായിരുന്നു. എല്ലാവരും പ്രാർത്ഥനയായിരുന്നു. എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഡാഡിയുടെ വേണ്ടി പ്രാർത്ഥിച്ചു. ഡാഡി അറിയാവുന്നവരൊക്കെ ഡാഡിക്ക് വേണ്ടി ഒരുപാട് ജപമാല സമർപ്പിച്ചു പ്രാർത്ഥിച്ചു. ശരിക്കും ആ അവസ്ഥയിലും അമ്മ മാതാവിനെ കൂടുതലായിട്ട് ഞങ്ങൾക്ക് ആശ്രയിക്കാൻ സാധിച്ചു. ഡാഡിയും മമ്മിയാണെങ്കിലും ആ ഷാർജ പള്ളിയിലൊരു മാതാവിൻ്റെ ഗ്രോട്ടയുണ്ട്. അവിടെ മുട്ടുകുത്തി കൈവിരിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാ ദിവസവും അവിടെ ഉള്ള സമയത്ത് പള്ളിയിൽ പോവുകയും മാതാവിനോട് മധ്യസ്ഥം പ്രാർത്ഥിച്ച് അപേക്ഷിക്കുകയും ചെയ്തു. എനിക്ക് ഉറപ്പായിരുന്നു എൻ്റെ ഡാഡിയെ മാതാവ് കൈവിടില്ലെന്നുള്ളത്. ആ സമയങ്ങളാണ് എൻ്റെ ബ്രദർ ഡാഡിയെ കാണാൻ വരികയും ഞങ്ങൾ മൂന്നും ഒരുമിച്ച് ഞാനും മമ്മിയും എൻ്റെ ബ്രദറും കൂടി ആ ഹോസ്പിറ്റലിന് ചുറ്റും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. ഡാഡി പൂർണ്ണ ആരോഗ്യവാനായിരുന്നു. ഒരിക്കൽ പോലും ഒരു ഹോസ്പിറ്റലിൽ ഡാഡി കയറിയിട്ടുണ്ടായിരുന്നില്ല. ആ ഡാഡി ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തീരാ ദുഃഖമാണ്. പല സമയങ്ങളിലും ഞങ്ങളുടെ മനസ്സ് തളർന്നു പോകുന്നു. ഓരോ അവസ്ഥയിലെയും ഡാഡി ഷാർജ എന്ന് പറയുമ്പോഴത്തേക്കിന് ഫുൾ സമയം ഡാഡിയുടെ കൂടെ ഉണ്ടായിരുന്ന സമയങ്ങളായിരുന്നു. പള്ളിയാണെങ്കിലും മാതാവിൻ്റെ ഗ്രോട്ടയാണെങ്കിലും എപ്പോഴും ഞങ്ങൾ അവിടെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് കരയുമായിരുന്നു. കാരണം ആ സമയങ്ങളെല്ലാം ഒരു സ്നേഹനിധിയായ അപ്പൻ്റെ സ്നേഹം ഞങ്ങൾക്ക് അനുഭവിച്ചറിയുകയായിരുന്നു. അടുത്ത് ഇല്ലാത്ത ഒരവസ്ഥ, ശരിക്കും ഞങ്ങൾക്കത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. പക്ഷേ ഈ സമയങ്ങളിലൊക്കെ എൻ്റെ അതിശയം എങ്ങനെ മമ്മി പിടിച്ചു നിൽക്കുന്നു എന്നുള്ളതായിരുന്നു. ആ മമ്മി മാതാവിൻ്റെ മുറുകെ പിടിച്ചു എപ്പോഴും പ്രാർത്ഥനയിലായിരുന്നു. ഒരിക്കൽ പോലും മമ്മി കരയുന്നുണ്ടായിരുന്നില്ല. പ്രാർത്ഥനയിലുള്ള ഒരു ബ്രദറിൻ്റെ സഹായത്തോടെ ഡാഡി വീണ്ടും വീൽ ചെയറിൽ കിട്ടുമെന്നുള്ളൊരു മെസ്സേജ് ഞങ്ങൾക്ക് കിട്ടി. ആ മെസ്സേജ് ഞങ്ങളുടെ ജീവിതത്തിൽ കുറച്ചും കൂടെ ഒരു സന്തോഷം, ആ ഒരു സഹനത്തിനിടയിൽ ഒരു ചെറിയ സന്തോഷത്തിന് കാരണമാക്കി. ഞങ്ങൾ വീണ്ടും പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്തു.
ഞാനും മമ്മിയും എൻ്റെ ബ്രദറും കൂടി വീണ്ടും ശക്തമായി പ്രാർത്ഥിച്ചു. ഡാഡിയെ ഞങ്ങൾക്ക് തിരിച്ചു വേണം, ഞങ്ങൾക്ക് വേണമെന്ന് തന്നെ പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ സമയം പള്ളിയിലുണ്ടായിരുന്ന ഒരു ചേച്ചിയുടെ നിർദ്ദേശപ്രകാരം 100 ജപമാല കണ്ടിന്യൂസ് ആയിട്ട് ചെല്ലുമെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം സാധിക്കുമെന്ന് ഒരു മെസ്സേജ് കിട്ടി. അപ്പോൾ 100 അല്ല 1000 ആണെങ്കിലും ഞങ്ങൾക്ക് ചെല്ലാൻ ശക്തിയുണ്ട്. ഞങ്ങൾ ഡാഡിയെ തിരിച്ചു വേണമെന്നുള്ള വിശ്വാസത്തിൽ ഞങ്ങൾ വീണ്ടും ആ ICUവിന് ചുറ്റും നടന്ന് ഞങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. ICU എന്ന് പറയുന്നത് സെൻട്രലിലാണ് ഇരിക്കുന്നത്. അതിന് ചുറ്റും നടന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന സമയങ്ങളിൽ മാതാവിൻ്റെ വലിയൊരു സംരക്ഷണം, മാലാഖ വൃന്ദങ്ങളുടെ ഒരു കൂട്ട്, ഞങ്ങളുടെ കൂടെ മാലാഖ വൃന്ദങ്ങളുടെ ഒരു സംരക്ഷണം ഉണ്ടെന്നുള്ള ഒരു ബോധ്യം ഞങ്ങൾക്ക് ആവശ്യപ്പെട്ടു. ഓരോ തവണ നന്മ നിറഞ്ഞ മറിയമേ ചെല്ലുമ്പോഴും ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസം കൂടി. ഞങ്ങളുടെ ആ വേദനകളെല്ലാം മാറി. ദൈവത്തിൻ്റെ കരങ്ങളിലാണെന്നുള്ള വിശ്വാസത്തോടെ ഡാഡിയെ ഞങ്ങൾക്ക് തിരിച്ചു തരണം, ഒരു അത്ഭുതം ഞങ്ങൾ മുന്നിൽ കണ്ടു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി. 50 ദിവസത്തോളം ഞങ്ങൾക്ക് ഡാഡിയെ തിരിച്ചു കിട്ടുമെന്ന ബോധ്യത്തോടെ, കാരണം ആ ഒരു മെസ്സേജ് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു, ഡാഡി പൂർണ്ണമായിട്ടും തിരിച്ചു കിട്ടുമെന്ന്. 50 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി പ്രത്യേകിച്ച് ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. ഡാഡി പതുക്കെ അബോധാവസ്ഥയിലേക്ക് വന്നു തുടങ്ങി. അപ്പോൾ ഞങ്ങൾ ചിന്തിച്ച് എന്ത് ചെയ്യും, ഇനി എന്ത് ചെയ്യും, ഇനി ഞങ്ങൾക്ക് ഒന്നും ഇല്ല, മെഡിക്കൽ സയൻസ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, നാട്ടിലേക്ക് കൊണ്ടുവരണം, അതിനുള്ള ഒരു പറ്റില്ല, ഡാഡി മൂവ് ചെയ്യിക്കാൻ പറ്റാത്തൊരവസ്ഥ. ആ സമയങ്ങളിലൊക്കെ മാതാവിനോടും ഈശോയോടും എല്ലാം ഞങ്ങൾ സംരക്ഷണം പ്രാർത്ഥിക്കുകയും മനസ്സിന് ധൈര്യം കൈവിടാതെ പ്രാർത്ഥിച്ചു. അപ്പോൾ എൻ്റെ ബ്രദർ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് പള്ളിയിൽ പോയി വിശുദ്ധ കുർബാന അർപ്പിച്ച് മാതാവിൻ്റെ മുന്നിൽ പ്രാർത്ഥിക്കാമെന്ന്. ആ പള്ളിയിലേക്ക് കയറുന്ന നിമിഷം മാതാവിൻ്റെ ഗ്രോട്ടോയുണ്ട്. അതിൻ്റെ മുന്നിൽ ഞാനും എൻ്റെ മമ്മിയും ബ്രദറും കൂടെ മുട്ടിമേ നിന്ന് മാതാവിൻ്റെ മടിയിൽ എൻ്റെ ഡാഡിയെ സമർപ്പിച്ചു. കാരണം ഡാഡി ആ സമയത്ത് പള്ളിയിൽ കയറുന്ന സമയത്ത് ഗ്രോട്ടോയുടെ മുന്നിൽ വന്നിരുന്ന് എത്രയും മാതാവിനെയും നന്മ നിറഞ്ഞ മറിയമേയൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ച് ഒരു മെഴുകുതിരി കത്തിച്ചിട്ടേ അവിടെ നിന്ന് ഡാഡി പള്ളിക്ക് അകത്തോട്ട് കയറാറുള്ളൂ. ആ ഓർമ്മകളെല്ലാം ഞങ്ങൾ ആ സമയത്ത് മാതാവിൻ്റെ മുന്നിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അവിടുന്ന് തുടങ്ങി ഞങ്ങളുടെ ജീവിതത്തിൽ ശരിക്കും ഒരു ധൈര്യപ്പെടുത്തലും. പൂർണ്ണമായിട്ട് ഡാഡിയെ ഞങ്ങൾ വിട്ടുകൊടുത്തു. അത്രയും നാൾ ഞങ്ങൾക്ക് വേണം ഡാഡിയെ, വീൽ ചെയറിലാണെങ്കിലും ഞങ്ങൾക്ക് കൂടെ വേണം എന്നുള്ള ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മാതാവിൻ്റെ മടിയിൽ ഡാഡിയെ സമർപ്പിച്ച ശേഷം ഞങ്ങൾ ദേവാലയത്തിനുള്ളിൽ കയറുകയും അവിടെ കുരിശിൻ്റെ രൂപത്തിന് മുന്നിൽ ഞങ്ങൾ മുട്ടുകുത്തി. ഞാനും എൻ്റെ ബ്രദറും മമ്മിയും കൂടെ മുട്ടുകുത്തി ഈശോയോട് പറഞ്ഞു, ഞങ്ങൾ നിസ്സഹായ അവസ്ഥയിലാണ്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, കാരണം അങ്ങയുടെ മകനാണ്, അങ്ങയുടെ മകനെ അങ്ങ് തന്നെ സ്വീകരിച്ചു കൊള്ളുക, അങ്ങേക്ക് പദ്ധതിയുണ്ട്, അങ്ങ് ഞങ്ങൾക്കായി തന്ന ഡാഡിയാണ്, ഞങ്ങൾ പിടിച്ചു വെച്ചിട്ട് കാര്യമില്ല, ഞങ്ങളെ പൂർണ്ണമായിട്ടും ആ കുരിശിൻ്റെ കീഴിൽ ഡാഡിയെ സമർപ്പിച്ചു. അപ്പോൾ 50 ദിവസം പൂർത്തീകരിച്ച ദിവസങ്ങളായിരുന്നു. അതിനുശേഷം 2 ദിവസവും ഞങ്ങൾ ഇതുപോലെ തന്നെ ജപമാലയും പ്രാർത്ഥനയും എല്ലാമായിട്ട് ഞങ്ങൾ ചുറ്റും നടന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ആ സമയത്തിലേക്ക് ഡാഡി പതുക്കെ അബോധാവസ്ഥയിലേക്ക് വന്നു തുടങ്ങി. ഒരു 3 ദിവസത്തിന് ശേഷം പെട്ടെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു കോൾ വരികയും ഞങ്ങൾ വേഗം ഹോസ്പിറ്റലിൽ എത്തുകയും ചെയ്തു. അതിരാവിലെ ആയിരുന്നു. ആ സമയം എല്ലാ ഡോക്ടേഴ്സും എല്ലാം അടുത്തുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അവസാനം, അപ്പോൾ അവിടെ നിന്നിരുന്നൊരു സിസ്റ്റർ എന്നോട് പറഞ്ഞു ഈശോ മറിയ ഔസേപ്പെ ഡാഡിയുടെ ചെവിയിൽ പറഞ്ഞു കൊടുക്കാനാണ്. അങ്ങനെ ആ സമയം എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ഡാഡിക്ക് ഉള്ളിൽ നല്ല ബോധമുണ്ടെന്നുള്ളത്. ഞാനും ബ്രദറും മമ്മി ആ സമയത്ത് ധൈര്യത്തോടെ, മമ്മി പുറത്തായിരുന്നു, മമ്മി അകത്ത് കയറിയില്ല, മമ്മി പുറത്തിരുന്ന് വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു. ഞാനും എൻ്റെ ബ്രദറും ആ സമയത്ത് ഈശോ മറിയ ഔസേപ്പെ ചൊല്ലാനും ഡാഡിയുടെ അടുത്ത് സമാധാനത്തിൽ ഈശോയുടെ അടുത്ത് പോകാനും പറയാൻ സാധിച്ചു. എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ഡാഡി ഈശോയുടെ കരങ്ങളിൽ മാതാവിൻ്റെ മടിയിൽ കിടന്ന് ഡാഡി ഒരു സമാധാനപൂർണ്ണമായ ഒരു മരണമാണെന്ന്. പിന്നീട് ചിന്തിച്ചപ്പോഴാണ് മനസ്സിലായത്, ശരിക്കും ആ ഒരു ബ്രദർ ഞങ്ങളോട് മാത്രമായിരുന്നു പറഞ്ഞിരുന്നത് ഡാഡി വീൽ ചെയറിൽ കിട്ടുമെന്ന്. പക്ഷേ ആ ബ്രദറിന് അറിയാമായിരുന്നു ഡാഡി ഉറപ്പായിട്ടും മരിച്ചു പോകുമെന്ന് അറിയാമായിരുന്നു. പക്ഷേ ആ സമയം ഞങ്ങൾക്ക് ആവശ്യം ഡാഡി മരിച്ചു പോകുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ഞങ്ങൾ ശരിക്കും എത്രത്തോളം പ്രതികരിക്കുന്നതിനെക്കുറിച്ച് അറിയില്ല. ചിലപ്പോൾ ഞങ്ങളുടെ മാനസികാവസ്ഥ വരെ ശരിക്കും മാറിപ്പോയേനെ. ശരിക്കും ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നത് ഡാഡിയെ കിട്ടുമെന്ന് ആ ഒരു പ്രത്യാശയോടെ ജീവിച്ചുകൊണ്ട് ആ ഡാഡി തിരിച്ചു കിട്ടുമെന്നുള്ള ബോധ്യം ഉള്ളത് കൊണ്ടാണ് ശരിക്കും ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനും ഞങ്ങൾക്ക് കുറച്ചുകൂടെ പ്രാർത്ഥനയിൽ ഉറപ്പിച്ച് വിശ്വാസത്തിൽ നയിക്കാനുള്ളൊരു കൃപ ദൈവം തന്നത്. ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്നുണ്ട്. പിന്നീട് ആലോചിക്കുന്ന സമയങ്ങളിൽ ഓരോ ദൈവം ക്രമീകരിച്ച് തന്ന ആ ഒരു കൃപയും മാതാവിൻ്റെ സംരക്ഷണവും, ആ മാതാവിൻ്റെ ആ ഒരു സംരക്ഷണവും ജപമാല ചെല്ലുമ്പോഴുള്ള ശക്തിയും ഞങ്ങൾക്ക് ഇപ്പോഴും ആ ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോകുമ്പോഴും ശരിക്കും ആ സമയത്തെ ആ ഒരു കൃപ എനിക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. എല്ലാം ഈ മാതാവിൻ്റെ സംരക്ഷണത്തിലായിരുന്നു പൂർണ്ണമായും. ഞങ്ങൾ ഡാഡിയെ നാട്ടിൽ വരുന്ന സമയത്താണെങ്കിലും
ഞങ്ങൾ ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു ഫ്ലൈറ്റിൽ തിരിച്ച് കൊണ്ടുവരാനും ഒക്കെ കുറച്ച് ദിവസങ്ങളെടുത്തു. പക്ഷേ ആ സമയങ്ങളിലൊക്കെ അവിടുത്തെ ഗവൺമെൻറ് പ്രൊസീജിയേഴ്സൊക്കെ ഓടി നടന്ന് ചെയ്യേണ്ട അവസ്ഥയുണ്ടായിരുന്നു. ശരിക്കും ഞാൻ ഇപ്പോഴും ആലോചിക്കാറുണ്ട്, ദൈവമേ, ഞാനും എൻ്റെ ബ്രദറും മമ്മിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഞങ്ങളെല്ലാമാണ് ഇത് ഓടി നടന്ന് എല്ലാം ചെയ്തത്. പക്ഷേ അതിനുള്ള ശക്തി അമ്മ മാതാവ് ഞങ്ങൾക്ക് തരുന്നുണ്ടായിരുന്നു. തിരിച്ച് നാട്ടിൽ വന്ന് ബന്ധുക്കളോട് പറയുന്ന സമയത്താണേലും ഒരു പരിശുദ്ധാത്മാവിൻ്റെയും മാതാവിൻ്റെയൊക്കെ ഒരു ബലം ഞങ്ങളുടെ ഹൃദയങ്ങളിലുണ്ടായിരുന്നു. അതാണ് ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് അവരിലേക്ക് പകരുകയും അവർക്കൊരു അതിശയമായിപ്പോയി എൻ്റെ മമ്മിയുടെ മമ്മി ആ ഒരു അവസ്ഥയെ തരണം ചെയ്തതും. മമ്മി ആ ഒരു ഭയങ്കര ദൈവത്തിൻ്റെ കരുണയാണ് മമ്മി ആ സമയം പറഞ്ഞിരുന്നത്. മാതാവിൻ്റെ ഒരു സംരക്ഷണം ആണ് കൂടുതലും മമ്മി പറഞ്ഞുകൊണ്ടിരുന്നത്. ആ ഒരു ദൈവത്തിൻ്റെ മാതാവിൻ്റെയും ഒക്കെ ഒരു സംരക്ഷണം ഞങ്ങളുടെ കുടുംബങ്ങളിൽ നന്നായിട്ട് ഉണ്ടാക്കുന്ന സമയങ്ങളായിരുന്നു ഇത്. അടുത്തതായിട്ട് എൻ്റെ ഒരു രണ്ടാമത്തെ സഹന അവസ്ഥയെന്ന് പറയുന്നത്, കഴിഞ്ഞ ജൂലൈ 21 എൻ്റെ ഹസ്ബൻഡ് സോണ കുര്യാക്കോസ് പുള്ളി സഞ്ചരിച്ചിരിക്കുന്ന വാഹനം ബൈക്ക് ഒരു കാറുമായി കൂട്ടിയിടിക്കുകയും അവിടെ നിന്ന് തല വന്ന് കാറിൻ്റെ ചില്ലിലിടിച്ച് തല പൊട്ടുകയും തല ക്ലോട്ടിങ് ഉണ്ടാകുകയും ബ്ലീഡിങ് ഉണ്ടാകുകയും ചെയ്തു. ഗുരുതരമായ അവസ്ഥയിൽ കോഴഞ്ചേരി മുത്തൂറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി. ഈ സമയം ഹോസ്പിറ്റലിൽ നിന്ന് എനിക്കൊരു കോൾ വന്നു, ഹസ്ബൻഡ് ആശുപത്രിയിൽ അഡ്മിറ്റാണെന്നുള്ളത്. ആ സമയം ശരിക്കും എനിക്ക് ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയായിരുന്നു. ഡാഡി ആക്സിഡൻ്റ് ആയി എന്നുള്ള ആ ഒരു അവസ്ഥയിൽ കൂടെ വീണ്ടും ഞാൻ കടന്നു പോകുന്നു എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിനെ വല്ലാതെ അലട്ടിയിരുന്നു. എങ്കിലും എൻ്റെ മാതാവ്, എൻ്റെ അമ്മ എൻ്റെ കൂടെയുണ്ട്, എൻ്റെ ദൈവം എന്നെ കൈവിടില്ല എന്ന ബോധ്യം ഉണ്ടായിരുന്നു. ഞാൻ ആ സമയം എൻ്റെ ദൈവത്തിനോട് പറഞ്ഞു, എനിക്ക് കൂടെ ഉണ്ടായിരിക്കണമേ, എന്നെ ശക്തിപ്പെടുത്തുന്ന ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരിക്കും, അമ്മ മാതാവിൻ്റെ സംരക്ഷണം എന്നിലുണ്ടെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചു. ഉടനെ തന്നെ ഞങ്ങളെല്ലാവരും, ഞാൻ എൻ്റെ ജപമാലയും എൻ്റെ കയ്യിൽ ബെനഡിക്ട് ക്രോസും ഒരു പ്രാർത്ഥനാ പുസ്തകവുമായി ഉടനെ തന്നെ ഞങ്ങൾ കോഴഞ്ചേരി ഹോസ്പിറ്റലിലേക്ക് യാത്രയായി. ആ സമയങ്ങളിലെല്ലാം അടുത്ത എൻ്റെ മമ്മിയെയും അതുപോലെ തന്നെ ജീസസ് യൂത്തിലെ റോസ്മേരി ചേച്ചിയൊക്കെ വിളിച്ച് പ്രാർത്ഥനാ സഹായവും അഭ്യർത്ഥിച്ചിരുന്നു. ആ നിമിഷം തന്നെ അവർ ഗ്രൂപ്പ് വഴി എല്ലാവർക്കും മാതാവിൻ്റെ ജപമാല ഒരു ചെയിൻ റോസരി ചെല്ലാൻ ആവശ്യപ്പെടുകയുണ്ടായി. ഹോസ്പിറ്റലിൽ ചെന്ന നിമിഷം ഞാൻ കാണുന്നത് ആ കഴിഞ്ഞ 7 വർഷങ്ങൾക്ക് മുന്നേ നടന്ന സെയിം അവസ്ഥ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ഫീലാണ് തോന്നിയത്. കാരണം വെൻറ്റിലേറ്ററിൽ ഹസ്ബൻഡ് കിടക്കുകയാണ്. എനിക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, എൻ്റെ മനസ്സിനെ താങ്ങാൻ സാധിച്ചില്ല. ഞാൻ പെട്ടെന്ന് ഒറ്റയ്ക്കായി പോയുള്ള ഒരു പ്രതീതിയായിരുന്നു എനിക്ക് തോന്നിയിരുന്നത്. ഞാനും എൻ്റെ മോളും, ഞങ്ങൾക്ക് ആരുമില്ലാത്ത ഒരു അവസ്ഥ, വീണ്ടും ഞങ്ങൾക്ക് ആരുമില്ല എന്നൊരു തോന്നൽ. അപ്പോഴെൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എൻ്റെ ദൈവം എന്നെ പറയുന്നുണ്ട്, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ആ ഒരു നീ വിഷമിക്കേണ്ട, നിൻ്റെ കൂടെ ഞാനുണ്ട് എന്നുള്ള ഒരു ബോധ്യവും അമ്മ മാതാവിൻ്റെ ഒരു സംരക്ഷണമൊക്കെ എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തു. ആ നിമിഷങ്ങളിൽ സ്തുതിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ വേറെ ഒന്നും പ്രാർത്ഥിച്ചില്ല. എൻ്റെ ദൈവമേ, അമ്മ തന്ന മകനാണ്, അമ്മ എനിക്ക് തന്ന ജീവിത പങ്കാളിയാണ്, ഞാൻ പൂർണ്ണമായി സമർപ്പിക്കുകയാണ്. എൻ്റെ ദൈവമേ, അങ്ങറിയാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല എന്ന് പൂർണ്ണമായി ഞാൻ വിശ്വസിച്ചു. ഞാൻ വിട്ടുകൊടുക്കുകയായിരുന്നു. എൻ്റെ ജീവിത പങ്കാളിയെ പൂർണ്ണമായി വിട്ടുകൊടുത്തു. അമ്മയുടെ മടിയിൽ വിട്ടുകൊടുക്കുകയായിരുന്ന നിമിഷങ്ങളായിരുന്നു. ആ ദിവസം എങ്ങനെ കടന്നുപോയെന്നുള്ളത് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. ആകെ ഷോക്കിലും. പക്ഷേ എൻ്റെ ഉള്ളിലെ ദൈവം എന്നെ ശക്തിപ്പെടുത്തുന്ന ദൈവം എന്നോട് പറയുന്നുണ്ടായിരുന്നു, ഒന്നും തന്നെ സംഭവിക്കുകയില്ല എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ആ ദിവസം കടന്നുപോയി. പിറ്റേ ദിവസം ജീസസ് യൂത്തിലെ കുറച്ച് ഫാമിലീസ് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഈശാന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ച സമയത്ത് അവർ പെട്ടെന്ന് കാണുന്നത് മാതാവിൻ്റെ നീല അങ്കി കൊണ്ട് എൻ്റെ ഹസ്ബൻഡിനെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ഒരു ബോധ്യമാണ് അവർക്ക് തന്നത്, ഒരു മെസ്സേജാണ് തന്നത്. ഉടൻ തന്നെ അവരെന്നെ വിളിച്ച് പറയുകയും, ഒന്നും കൊണ്ടും പേടിക്കേണ്ട, മാതാവിൻ്റെ മടിയിലാണ് സോണ കിടക്കുന്നത് എന്നുള്ള ബോധ്യം തന്നു. ആ ഒരു വിശ്വാസം വീണ്ടും എന്നെ ശക്തിപ്പെടുത്തി. ആ ജപമാല ചെല്ലാനുള്ള ശക്തിയും കൂടാതെ ആ അപകടം എൻ്റെ അമ്മ ഈച്ചാൻ്റെ അമ്മയെ ഒത്തിരി ബുദ്ധിമുട്ടിച്ചു. ആ ഒരു മകൻ ആ അവസ്ഥയിൽ കിടക്കുന്നത്. എനിക്ക് പക്ഷേ ഒത്തിരി അമ്മയ്ക്ക് ധൈര്യം കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഏതവസ്ഥയിലൂടെ ആണെങ്കിലും ദൈവം നമ്മുടെ കൂടെ. എൻ്റെ ആ ധൈര്യം ശരിക്കും കാണുന്ന ഞാൻ കടന്നു പോകുന്ന അവസ്ഥയിൽ ധൈര്യം അമ്മയ്ക്കും ഒന്ന് പകർന്നു കിട്ടാനുള്ളൊരു കൃപ മാതാവ് തന്നു. ഞങ്ങളെല്ലാം ശക്തമായി പ്രാർത്ഥിച്ചു. കുടുംബവും കൂട്ടായ്മയും പ്രാർത്ഥനാ കൂട്ടായ്മയും ജീസസ് യൂത്തും എല്ലാം ഞങ്ങൾക്കൂടെ കൂടെ ഇരുന്ന് ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഡോക്ടർ ആകെ 48 മണിക്കൂർ മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. 48 മണിക്കൂറിനുള്ളിൽ, കാരണം തലയോട്ടി പൊട്ടുകയും നിറച്ച്
ബ്ലീഡിങ് ഫുള്ളുമായി. മെഡിസിൻ ഒന്നും കൊടുക്കാൻ പ്രത്യേകിച്ച് പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം കാലിലൊരു ക്ലോട്ടിംഗ് ഉണ്ടായിരുന്നു. ക്ലോട്ടിംഗ് സമയത്ത് ശരിക്കും മെഡിസിൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തലയിലെ ബ്ലീഡിങ് കൂടാൻ ചാൻസ് ഉണ്ടായിരുന്നു. വളരെ ഗുരുതരമായ അവസ്ഥയായിരുന്നു. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പ്രാർത്ഥന മാത്രം മുറുകെ പിടിക്കുന്ന നിമിഷങ്ങളായിരുന്നു. ആ സമയത്ത് ഡോക്ടർ ഒട്ടും ഡോക്ടറിനും വിശ്വാസം ഉണ്ടായിരുന്നില്ല എങ്ങനെ ഇത് മുന്നോട്ട് പോകുമെന്നുള്ളൊരു ചിന്തയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ ഹോസ്പിറ്റലിൽ ഹസ്ബൻഡ് വർക്ക് ചെയ്തുകൊണ്ട് അവിടെ നല്ലൊരു കെയറാണ് ഇച്ചേനെ ആക്സിഡൻ്റ് ആയി ചെന്ന സമയത്ത് തന്നെ ഒരു നല്ല കെയർ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഡോക്ടേഴ്സും അവിടുത്തെ എല്ലാം സർവീസുകളെല്ലാം നല്ല സ്പീഡിലായിരുന്നു. അതെല്ലാം തമ്പുരാൻ്റെ പരിപാലനയാണ്. ആ സമയം തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള, പ്രത്യേകിച്ച് ആ ഒരു കോഴഞ്ചേരി ഹോസ്പിറ്റലിൽ എത്തിച്ചുകൊണ്ട് പെട്ടെന്ന് കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകാനുള്ള, ചികിത്സയെല്ലാം നടക്കാനുള്ള കൃപ ദൈവം ഒരുക്കി തന്നു. പിന്നെയുള്ള ദിവസങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല. ഡാഡിയുടെ സെയിം ആ അവസ്ഥയെ കൂടെ വീണ്ടും കടന്നു വരുന്നു. നമുക്കൊന്നും ചെയ്യാനില്ല. ആ സമയത്താണ് ഡോക്ടർ പറഞ്ഞത് കാലയിലെ DVTയുടെ ആ ഒരു വെയിന് ബ്രെയിനിലെ ഒരു വെയിൻ കംപ്രസ് ആയിട്ടുണ്ട്. അപ്പോൾ അത് DVTയുടെ വെയിൻ തന്നെ ആണെന്നുണ്ടെങ്കിൽ പിന്നെയും കുറച്ചുകൂടെ കോംപ്ലിക്കേഷൻ ആവുകയാണ് ചെയ്യുന്നത്. നമുക്ക് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തേ പറ്റൂ. റിസ്ക് എടുത്ത് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തേ പറ്റൂ. പക്ഷേ നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിച്ചോളാൻ മാത്രം പറഞ്ഞു. അന്ന് ഉച്ചയ്ക്കാണ് ഈ കാര്യം പറഞ്ഞിരുന്നത്. പിറ്റേ ദിവസം തന്നെ ആ സ്കാൻ രാവിലെ എടുക്കുന്നുണ്ടായിരുന്നു. എൻ്റെ മനസ്സിൽ ആ 100 ജപമാല എല്ലാവരും ഒത്തുചേർന്ന ആ ഒരു 100 ജപമാല ചെല്ലുന്ന കാര്യം മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. ഞാൻ ശക്തമായിട്ട് എൻ്റെ GC യൂത്തിലെ ഫ്രണ്ട്സിനെ എല്ലാം വിളിച്ച് പറയുകയും എൻ്റെ കൂട്ടുകാരും ബന്ധുക്കളും എല്ലാവരും ആ ഒരു ജപമാല സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. അതിൻ്റെ ഒരു എഫക്റ്റ് എന്ന പോലെ എനിക്ക് ഉറപ്പാണ്. ആ രാത്രി മാതാവ് ഇടപെട്ടു. ആ മാതാവിൻ്റെ ഇടപെടൽ മൂലം രാത്രി തന്നെ ഒരു സൗഖ്യത്തിൻ്റെ മേഖലയായി. രാവിലെ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിന് യാതൊരു കുഴപ്പങ്ങളുമില്ല. നമ്മൾ പേടിച്ച പോലെ ഒരവസ്ഥയേ ഇല്ല എന്ന് പറഞ്ഞു. ഒരുപക്ഷെ എന്തെങ്കിലും അവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ തലയൊട്ടി തുറന്ന് ഓപ്പറേറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും മാതാവിൻ്റെ വലിയ സംരക്ഷണത്തിലൂടെ ഞങ്ങൾക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. 10 ദിവസം ഇച്ചാൻ ICUയിൽ അഡ്മിറ്റായിരുന്നു. അതിനുശേഷം സാവകാശം റൂമിലേക്ക് വരികയും 21 ദിവസത്തിന് ശേഷം തിരികെ വീട്ടിലെത്തുകയും ചെയ്തു. ശരിക്കും ദൈവം തന്ന ഒരു വലിയൊരു രണ്ടാമത്തെ ഒരു ജന്മമാണ് ഈ ജന്മം. കാരണം ഒരുപാട് സഹനത്തിൻ്റെ മേഖലകളിലൂടെ കടന്നു പോയിട്ടെങ്കിലും ദൈവം ഞങ്ങളെ ശക്തിപ്പെടുത്തി. മാതാവിൻ്റെ വലിയൊരു സംരക്ഷണ വലയം ഞങ്ങളുടെ കുടുംബങ്ങളിലുണ്ടായിരുന്നു. മാതാവിനോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ വ്യക്തികളെയും മാതാവിൻ്റെ സംരക്ഷണ വലയം കാത്തുകൊള്ളും. അതിനുശേഷം വീണ്ടും ചെക്കപ്പിന് പോകുന്ന സമയത്ത് വീണ്ടും ഒരു അപകടം ഉണ്ടായി. കാർ ആക്സിഡൻ്റ് ആയിരുന്നു. നമ്മൾ സഞ്ചരിച്ചിരുന്ന കാറിൽ വേറൊരു വണ്ടി വന്നിടിക്കുകയായിരുന്നു. ശരിക്കും ആ സമയം ഇച്ചാന് ആ അപകടം മുന്നിൽ കാണാൻ പറ്റിയിരുന്നു. ആദ്യത്തെ ആക്സിഡൻറ്റ് ഇച്ചാന് ഓർമ്മയുണ്ടായിരുന്നില്ല. ഹോസ്പിറ്റലിൽ കിടന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഓർമ്മയിൽ നിലനിന്നിരുന്നുള്ളൂ. ഈ ഒരു കേസ് രണ്ടാമത് ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്നു തമ്പുരാൻ വീണ്ടും ക്രമീകരിച്ചതാണ്. കാരണം എന്താണ് അവസ്ഥ, ഏതവസ്ഥയിൽ നിന്നാണ് എൻ്റെ ജീവിത പങ്കാളിയെ ദൈവം തിരിച്ചു കൊണ്ടുവന്ന് മനസ്സിലാക്കാനുള്ള ഒരു രണ്ടാമത്തെ അപകടമായിരുന്നു അത്. ഹസ്ബൻഡ് പൂർണ്ണമായിട്ടും കുറച്ചും കൂടെ വിശ്വാസം ഹസ്ബൻഡിലേക്ക് കൂടിയെന്നാണ് എനിക്ക് രണ്ടാമത്തെ അപകടത്തിലൂടെ നിന്ന് മനസ്സിലായത്. ഒരു ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി, ഫുൾ ചെക്കപ്പ് ചെയ്തു, തിരിച്ചു വീട്ടിലേക്ക് വന്നു. പക്ഷേ പഴയ ആ അവസ്ഥയിൽ നിന്ന് ആ അപകടം ഉണ്ടായ ശേഷം കുറച്ചും കൂടെ ഒരു ദൈവത്തിൻ്റെ സ്നേഹം കുറച്ചും കൂടെ ഫീൽ ചെയ്യുന്ന അവസ്ഥയായിരുന്നു. ഈശോയുടെ സ്നേഹവും അമ്മ മാതാവിൻ്റെ നീലാങ്കി കൊണ്ടുള്ള ആ കരുതലും എല്ലാം മറ്റുള്ളവർ പറയുന്നതല്ലാതെ അത് കുറച്ചും കൂടെ മനസ്സിലാക്കാനുള്ള ഒരു ദിവസങ്ങളായിരുന്നു അത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മളുടെ ഓരോ സഹനങ്ങളുടെ അവസ്ഥയിലും ഓരോ നന്മ നിറഞ്ഞ മറിയം നാം ചെല്ലുന്ന സമയത്തും ഈശോയോട് ചേർന്ന് നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാനും നമ്മൾ ആ മാതാവിന് കാഴ്ചവെച്ച് ഈശോ അതിലൂടെ നമുക്ക് സ്നേഹിക്കാനും ഈശോയിലേക്ക് അലിയാനും ഉള്ള ഒരവസ്ഥയാണ് നമുക്ക് സഹനങ്ങൾ ദൈവം തരുമ്പോൾ ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഒരുപാട് മാതാവ് വഴി ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ കുറച്ച് അനുഭവങ്ങളാണ് ഞാനിവിടെ പങ്കുവച്ചത്. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ സഹനങ്ങളിലും നമ്മുടെ ദൈവത്തിൻ്റെ ഇടപെടൽ, പരിശുദ്ധാത്മാവിൻ്റെ സംരക്ഷണം, ശക്തി, ഈ കരുണയുടെ വർഷം ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം പുതിയൊരു വ്യക്തിയായിട്ട് പുതിയൊരു ജീവിത പങ്കാളി വീണ്ടും എനിക്ക് രണ്ടാമതും സ്നേഹിക്കാനായിട്ട് ദൈവം തിരികെ തന്നിരിക്കുകയാണ്. ഞങ്ങളുടെ കുടുംബം, അച്ചാച്ചനും അമ്മയും സഹോദരങ്ങളും എല്ലാം എൻ്റെ മാതാവ് തന്ന ഒരു ഗിഫ്റ്റാണെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു.
നമുക്ക് തന്ന ഈ ചെറിയ ചെറിയ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. നമ്മുടെ മനസ്സിലോർക്കാം അത് ചെറുതാണെന്ന്, പക്ഷേ തിരിഞ്ഞ് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമാണിതെല്ലാം. വലിയൊരു ഗിഫ്റ്റാണ് മാതാപിതാക്കൾ. ആ ഒരു കൃപയോർത്ത് ഒത്തിരി മാതാവിന് നന്ദി പറയുന്നു. ഇനിയും ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ മാതാവിൻ്റെ ഭക്തിയായിട്ട് ജീവിക്കും എന്ന് പൂർണ്ണമായിട്ട് വാഗ്ദാനം ചെയ്യുകയാണ്. അമ്മയുടെ അനുഗ്രഹം ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്, നിറഞ്ഞു തുളുമ്പുകയാണ് ഞങ്ങളുടെ ജീവിതങ്ങളിലെ മേഖലകളിലും എല്ലാം.